ഒരാള്. ഇതെന്താ ഇവിടെ? അല്ല, ചായ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വേണ്ട. അല്ല, കുറെ നേരം ഇരിക്കാം, ഒരു ചായ കുടിക്കും. വേണേ കുടിച്ചോ, പുള്ളി ചായ എടുത്തോണ്ട് തരും. ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, വേണ്ട വേണ്ട. ഒരു ചായ എങ്കിലും കുടിച്ചു. പുള്ളി നിർമ്മിക്കുന്ന ചായ കുടിച്ചോ? ഇല്ല, എനിക്ക് വേണ്ട. നമുക്ക് ആ മറ്റേ ബാക്കി കാര്യം പറയുന്നത്. അതില് ഒരാളുടെ കൂടെ വേഷമാണ് നമുക്കിപ്പോ ബാക്കിയുള്ളത്. അത് ഈ ഒരു കൊലപാതകം നടക്കുന്നത് നെൽപ്പാടത്ത് വെച്ചാണല്ലോ. അപ്പൊ ഈ നെൽപ്പാടത്ത് വെച്ച് നടക്കുന്നത് കാരണം അതിന് സാക്ഷി പറയുന്ന ഈ കൊലയ്ക്ക് സാക്ഷി പറയുന്ന ഒരു കർഷകന്റെ വേഷമുണ്ട്. ഈ കർഷകന്റെ വേഷം ചെയ്യാനാണ് നമുക്ക് നിലവിൽ ഒരാളെ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലാത്തത്. അതിനൊരു ആപ്റ്റായിട്ടുള്ള ആളെ കിട്ടിയാൽ നമ്മൾ അപ്പം തന്നെ നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. വയൽക്കിളികളെ, ആ നെല്ലൊന്നും കൊത്തി തിന്നല്ലേ. ഞാൻ മണ്ണിന്റെ മണമുള്ള കർഷകനാ, പാവം കർഷകൻ. ഇത് ഈ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ കർഷകനായിട്ട് ഒരാളെ കാസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. നമ്മുടെ പ്രൊഡക്ഷൻ പാർട്ടിയിൽ നിന്നും നമ്മുടെ എഴുത്തുകാരന്റെ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞൊരു ചെറിയ സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കർഷകനാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡ് ടീമുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരെ തോപ്പിക്കാൻ പറ്റും. അപ്പം ഈ സാക്ഷി പറയുന്ന ആളൊരു കരാട്ടെ അറിയാവുന്ന ആളാണെങ്കിൽ നമുക്കൊരു ഫൈറ്റിനൊരു സ്കോപ്പും കൂടെ വരും. അയാളും ഈ സാക്ഷിയും മറ്റേവരും കൂടെ ഒരു സാധനം കൊടുക്കുക. അയാൾ ഭയങ്കര ഈ പാർക്കർ ചെയ്യൂലേ, ചാടി മറിഞ്ഞു പോകുന്നതൊക്കെ, അതൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ശരിക്കും ക്യാരക്ടറായിട്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. പക്രുചേട്ടൻ എന്ത് തോന്നുന്നു? സബ്ജക്റ്റ് ആയിട്ട് എന്ത് തോന്നുന്നു? അല്ല, എനിക്ക് ഒരു ചെറിയൊരു സജഷൻ ഇതിനകത്ത് പറയാനുള്ളതേ, ഈ രണ്ട് കാര്യങ്ങൾ കേട്ടതിനേക്കാളും എന്റെ ഒരു ഐഡിയ തോന്നുന്നത് ഒരു നിയമക്കുരുക്കിലേക്ക് ആയിരിക്കുമല്ലോ ഇത് പോകുന്നത്. കേസിൽ കോടതിയിലാണ് സാക്ഷി പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയാൽ എങ്ങനെയുണ്ടാവും? ഒരു അഡ്വക്കേറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്ഷൻ യുവർ ഓണർ. ഗാന്ധിജി had no high regard for his ability, but he was very careful about his character. Yes, your honor. അതിന് കുഴപ്പമുണ്ടോ? അതറിയോ, അവ ചിലപ്പം ഇത് ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ ഇയാൾ ഇത് വാദിച്ച് ജയിക്കുമെന്ന് ഭയങ്കര പ്രഡിക്റ്റീവ് ആയിട്ടുള്ളൊരു കഥ വരും. അപ്പം ഇപ്പൊ കർഷകനോ ദുർബലനായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇയാൾക്ക് ജയസാധ്യത കുറവാണ്. വില്ലൻ തന്നെ ജയിക്കുമെന്ന് ആൾക്കാർ തീരുന്നവരെ വിചാരിച്ചിരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ആലോചിച്ചത്, ഇയാൾ ഏത് പ്രൊഫഷനുള്ള ആളാണെങ്കിലും ഇയാളൊരു ഉദാഹരണത്തിന് എന്തോ ഒരു അപകടത്തിൽ പറ്റിയിട്ട് ശാരീരികമായി പരാധീനതകൾ വന്നിട്ടുള്ള ഒരാളാണ്, ഒരു പരിമിതികളുള്ള ആളാണെങ്കിൽ അയാൾ ഒരിക്കലും ഇവരോട് ഫൈറ്റ് ചെയ്ത് ജയിക്കില്ലെന്നൊരു ചിന്ത വരാനുള്ള സാധ്യതകളുണ്ടല്ലോ. ശാരീരിക പരാധീനതകളുണ്ടെങ്കിൽ പിന്നെ ജയിക്കാനുള്ള സാധ്യത നല്ലൊരു ഐഡിയ അല്ലേ? നല്ലൊരു ഐഡിയ ആണ്. ശാരീരികമായ പരാധീനത, അതായത് ഇയാൾക്ക് മറ്റവരെ തോപ്പിക്കാൻ പറ്റരുത്. അത് മാത്രമല്ല, ഓഡിയൻസിന്റെ ഒരു ചെറിയൊരു സെന്റിമെന്റ്സ് ഇയാൾക്ക് കിട്ടുകയും ചെയ്യും. ചേട്ടൻ എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ നല്ല സൗഹൃദമാണ്, നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കുറവ് നമുക്കൊരു സാക്ഷി പോരെ. സാക്ഷിയെ പറയുന്ന സാധനം വേണം. പിന്നെ ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു അങ്ങനെ കുറവെന്നല്ല ഞാൻ പറയാം, ഇയാൾക്ക് മറ്റേ തോപ്പിക്കാൻ പറ്റരുത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ആ വേഷം ചെയ്യാം. ചേട്ടൻ ആ വേഷം ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ചേട്ടനാണ് ആ വേഷം ചെയ്യുന്നതെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, ഉറപ്പായിട്ടും ഫിക്സ് നമ്മൾ ആ വേഷം ചെയ്യുന്നു, പോയിരിക്കുന്നു. കൺഗ്രാറ്റ്സ്, താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഫിക്സ് ആക്കിയായിരുന്നു. ആ നേരത്തെ ഓഫർ ചെയ്ത ചായയും കൊണ്ട് ഒരു ചായ കുടിച്ചേക്കാം. പിന്നെ തനിക്കൊക്കെ ചായ കൊണ്ട് തരാം, ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ. ചായ വേണമെങ്കിൽ കുഴപ്പം എടുത്ത് കൊടുക്കണം. ചായ കൊണ്ടൊന്ന്